ഹലോ, ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്നത് കോയിൽസിന്റെ അല്ലെങ്കിൽ ഷീറ്റിന്റെ വാറന്റി ഗ്യാരണ്ടിയെ കുറിച്ചാണ്. ഞങ്ങളുടെ അടുത്ത് വരുന്ന ഓരോ കസ്റ്റമേഴ്സും ഞങ്ങളോട് ചോദിക്കാറുണ്ട് എത്ര വർഷമാണ് ഓരോ ഷീറ്റുകൾക്കും നിങ്ങൾ വാറന്റി കൊടുക്കുന്നത് എന്നുള്ളത്. അതിപ്പോൾ നമ്മുടെ അടുത്തുള്ള ബ്രാൻഡുകൾ അനുസരിച്ച് ടാറ്റ ആണെങ്കിൽ JSW, ജിന്ദാൽ അനുസരിച്ച് അതിന്റെ വാറന്റി പീരീഡ് മാറാം. പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഞങ്ങളുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ബില്ലിൽ നിങ്ങൾ ഏത് ബ്രാൻഡിൽ നിന്നാണോ ഷീറ്റ് അടിച്ചിരിക്കുന്നത് അതിൽ കോയിൽ നമ്പറും ഏത് മേക്ക് ആണെന്നുള്ളത്, അതായത് ഏത് ബ്രാൻഡ് ആണെന്നുള്ളതും അതിൽ എഴുതിയിട്ടുണ്ടാവും. സോ നമ്മുടെ ബില്ല് നിങ്ങൾ എത്ര കാലം സൂക്ഷിച്ച് വെക്കണം, അതിന്റെ വാറന്റി പീരീഡിനനുസരിച്ച് നിങ്ങൾ ബില്ല് സൂക്ഷിച്ച് വെക്കണം. പിന്നെ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വരാൻ ഒരു തരത്തിലും സാധ്യതയില്ല. കാരണം ഇതിലുള്ള പ്രമുഖ ബ്രാൻഡുകളാണ് നമ്മൾ ചെയ്യുന്നത്. സോ എന്തെങ്കിലും കംപ്ലൈന്റുകൾ അവരുടെ വാറന്റി പീരീഡിനുള്ളിൽ വരുവാണെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ കയറി ഞങ്ങളുടെ ബില്ലിലുള്ള കോയിൽ നമ്പർ അടിച്ചു കൊടുത്ത് നിങ്ങൾക്ക് അത് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങൾ എവിടെ നിന്ന് ഷീറ്റുകൾ പർച്ചേസ് ചെയ്യുവാണെങ്കിലും കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ കോയിൽ നമ്പർ അതിലുണ്ടോ എന്നുള്ളത് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയിട്ട് വേണം മേടിക്കാൻ. അതിപ്പോൾ ഞങ്ങളുടെ അടുത്ത് നിന്നാണെങ്കിലും വേറെ ഏത് പർച്ചേസറുടെ അടുത്ത് നിന്നാണെങ്കിലും അത് നോക്കിയിട്ട് വേണം മേടിക്കാൻ. അതുപോലെ തന്നെ ഇവിടെ പല ബ്രാൻഡുകളും ഉണ്ട്, ലോക്കൽ ബ്രാൻഡ്സും ഉണ്ട്. അവരുടെ അടുത്തൊന്നും ഈ 15 വർഷം 20 വർഷം എന്ന് വാറന്റി പറയുന്നത് വെറും പറച്ചിലല്ലാതെ ഇതുവരെ അത് ശാശ്വതമായിട്ട് ആർക്കും നൽകിയിട്ടില്ല. അതുകൊണ്ട് ഈ കോയിൽ നമ്പറും അതിൻ്റെ ഏത് മേക്കാണെന്നുള്ളതും കോയിൽ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. താങ്ക് യു.